ആരവ്, ദിയാൻ, കിയാര പിന്നെ ബബ്ലു ഏലിയന്റെ ഗ്രാമത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രന്റെ ആഗിരണ ശക്തി വളരെ കുറവായിരിക്കുന്നത് കൊണ്ട് അവർ ചെറുതായി ചാടിയെന്നും തന്നെ 10 ഫീറ്റ് മുകളിലേക്ക് പോകുന്നു. ലുലു, നിങ്ങളുടെ വീട്ടിലെ മുറ്റത്തിലേക്ക് പടിക്കെട്ടിൽ പോകാറില്ലല്ലോ, ഇങ്ങനെ തന്നെ പറന്നു പോകുമല്ലോ. അതെ, വരൂ, നിങ്ങൾ എല്ലാവർക്കും ചെറിയ ചെറിയ മലകളും ഞാൻ കാണിക്കാം. ലൂലു അവരെല്ലാരെയും ചെറിയ ചെറിയ മലകൾ കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എല്ലാരും സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു. ഇവരങ്ങനെ കളിച്ച് കളിച്ച് ഒരുപാട് ദൂരേക്ക് ചെന്നു. സമയം ഒരുപാട് രാത്രിയായി. നിങ്ങളൊക്കെ ഇപ്പോൾ വളരെ ടയേർഡായിരിക്കും. അതേ ലൂലു, ടയേർഡ് മാത്രമല്ല, നന്നായി വിശക്കുന്നുമുണ്ട്. കഴിക്കാൻ എന്ത് വേണം? മഞ്ഞൂരിയൻ ബോൾസ് വാങ്ങി തരുമോ? നീ ചന്ദ്രനിലേക്ക് വന്നിരിക്കുന്നു, ചൈനയ്ക്കല്ല. ഇവിടെ മഞ്ചൂരിയൻ കോസ് ഒന്നും കിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനേക്കാളും വളരെ ടേസ്റ്റുള്ള ഏലിയൻ കേക്ക് കൊണ്ടുവരാം. ലൂലു എല്ലാവർക്കും വേണ്ടിയും കേക്ക് കൊണ്ടുവരാനായി ചെന്നു. അപ്പോഴാണ് അവിടെ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ചില ഓഫീസേഴ്സ് വന്നത്. അവർ അവരെ പിടിക്കാനായി വന്നു. ഇത് കണ്ടിട്ട് ആരവ്, ദിയാൻ, ക്യാര പിന്നെ ബബ്ലു അവിടെ നിന്നും ഓടി. അവർ 4 പേരും മുൻപേ ഓടി. പുറകിൽ പോലീസ് വിരട്ടിക്കൊണ്ട് ഓടി. ബബ്ലു അങ്കിൾ, ആരവ് അവിടെ താഴെ വീണു, നോക്കൂ. പുറകിലെ നോക്കൂ, നിങ്ങൾ എല്ലാവരെയും പിടിക്കാനായിട്ട് പോലീസ് തുരത്തുന്നു. അവരെല്ലാരും പോലീസിനെ ഓടാൻ വിട്ടു. അവസാനം അവരെല്ലാരും ഒരു ഗുഹയിൽ ചെന്ന് കുടുങ്ങി. പിന്നെ പോലീസ് അവരെല്ലാരും തന്നെ അറസ്റ്റ് ചെയ്തു. ട്വിങ്കിൾ ടാങ്ക്, ട്വിങ്കിൾ ടാങ്ക്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ പിടിക്കുന്നു? മച്ച് മച്ച്, ഗുലബ് ഗുലബ്, ചംകുട. ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. പോലീസ് ആരവ്, ദിയാൻ, കിയാര പിന്നെ ബബ്ലുവിനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് അവർ 4 പേരെയും ലോക്കപ്പിലിട്ടു. ഞങ്ങളെ എന്തിനാ ലോക്കപ്പിലേക്ക് ഇട്ടത്? പോലീസ് അവർ പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടിയില്ല. ഇവാൻ, നീ ഇരിക്കെ, ഞാൻ ഉച്ചത്തിൽ സംസാരിക്കാം, അപ്പോൾ അവർക്ക് കേൾക്കും. ഇത് ഇന്ത്യ അല്ല, ഇത് ചന്ദ്രനാണ്. ഇവർ ഏലിയനാണ്. ഇവർക്ക് നമ്മൾ സംസാരിക്കണത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എന്ത് സംഭവിക്കും? ലൂലു ഇവിടെ വരുന്നത് വരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മാജിക്കിൻ്റെ അത്ഭുതം കാണിച്ച് പോലീസിനെ ആശ്ചര്യപ്പെടുത്താം. നിങ്ങൾ ചെയ്യുന്ന മാജിക് കാരണം നമ്മൾ വേഗം തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകണം. ബബ്ലു മാജിക് ചെയ്തു, പക്ഷെ ആ മാജിക് തെറ്റിപ്പോയി. പിന്നെ ആരവിന്റെ ഷർട്ട് ഊരി അത് കാറ്റത്ത് പറന്നുപോയി. അങ്കിൾ, നിങ്ങൾ എന്താ ചെയ്യുന്നു? ഇവിടെ നോക്കുമോനെ, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ചന്ദ്രനിലേക്ക് വന്നത് കാരണം എൻ്റെ മാജിക് ഉൾട്ടായി മാറി. ഇരിക്കൂ, ഞാൻ വേറെ ട്രൈ ചെയ്യാം. വേണ്ട, ഒന്നും ചെയ്യല്ലേ, അല്ലെങ്കിൽ എൻ്റെ പാൻറ്റും കഴറ്റിയേക്കും. എൻ്റെ ഫ്രണ്ട് ലുലു എവിടെ ഉണ്ടെന്ന് അറിയില്ല. ലൂലു തന്റെ കൂട്ടുകാർക്ക് വേണ്ടി കേക്ക് എടുത്തുകൊണ്ടുവന്നു. പക്ഷെ അവൻ അവിടെ നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാരും എവിടേക്ക് പോയി? ഇവർ ആർക്കും എന്റെ ഗ്രാമത്തിനെ കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല. ഇവർ എവിടെയെങ്കിലും സ്ഥലം മാറി പോയേക്കരുത്. ആരവ്, ദിയാൻ, കിയാര, ഇവരെ പോയി ഞാൻ തേടണം. പക്ഷെ ഇവർ എവിടേക്ക് പോയി കാണും? ലുലു എന്തു കരുതിയെന്നാൽ ഞാൻ പറയുന്ന ഗ്രാമത്ത് 3 വിരലുകൾ കാണും, പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ 5 വിരലുകൾ കാണും. ഏലിയൻ 5 വിരലടയാളങ്ങളുള്ള കാൽപാദങ്ങൾ കണ്ടു. പിന്നെ അവൻ ആ കാലടയാളങ്ങൾ പിന്തുടർന്ന് ചെന്നു. പിന്നീട് അത് വെച്ച് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നെത്തി. ലുല്ലു നോക്കിയപ്പോൾ അവന്റെ കൂട്ടുകാരൊക്കെ സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു. ലുല്ലു അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങൾ എന്തിനാ ഇവിടേക്ക് വരുന്നു? പോലീസാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ലുല്ലു, നീ ഞങ്ങളെ വേഗം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോ. ഞങ്ങൾ വീട്ടിലേക്ക് പോണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങളെ തേടും. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനോട് ചെന്ന് സംസാരിച്ചിട്ട് വരാം. ലുല്ലു പോലീസിനോട് സംസാരിക്കാനായി ചെന്നു. അവർ ലുല്ലുവിനോട് സംസാരിച്ചതിന് ശേഷം അവർ 4 പേരെയും ലോക്കപ്പിൽ നിന്നും പുറത്തേക്ക് അയച്ചു. സോറി, ഇതൊക്കെ എന്റെ തെറ്റാണ്. ഞാൻ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്തിനാ സാരിയൊക്കെ പറയുന്നു? നീ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാൻ പോയത്. പക്ഷേ ഒരു കാര്യം പറയൂ, പോലീസ് എന്തിനാ ഞങ്ങളെ പിടിച്ചത്? ഒരുപാട് മനുഷ്യന്മാർ മെഷീനിൽ കയറി ഇവിടേക്ക് വരുന്നു, എന്നിട്ട് ഞങ്ങളുടെ സീക്രട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ പോലീസ് മനുഷ്യന്മാരെ കണ്ടതും തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എന്റെ കൂട്ടുകാരാണ്, അതുകൊണ്ടാണ് പോലീസ് നിങ്ങളെ വിട്ടയച്ചത്. നന്നായി വിശക്കുന്നു. ആദ്യം നിന്റെ ഏലിയൻ കേക്ക് താ. എല്ലാരും രുചികരമായ ആ ഏലിയൻ കേക്ക് കഴിച്ചു. ലുലു, ഈ കേക്ക് വളരെ രുചികരമായിരിക്കുന്നു. അതെ, വളരെ രുചിയായിട്ടുണ്ട്. ഒരു പക്ഷേ ഭൂമിയിൽ ഇങ്ങനെ ഒരു കേക്ക് കിട്ടിയാൽ ഞാൻ ദിവസവും എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം.
അതെ, താഴെയുള്ളവർ ഞങ്ങളെ തേടിക്കൊണ്ടിരിക്കും. എല്ലാരും അവരുടെ മാന്ത്രിക ട്രെയിനിനടുത്തേക്ക് ചെന്നു. ആരവ്, ദിയാൻ, ക്യാര, പിന്നെ ബബ്ലു എല്ലാരും ട്രെയിനിൽ കയറിയിരുന്നു. അവരൊക്കെ വളരെ ഇമോഷണൽ ആയി പോയി. ശരി, നീയും തന്നെ വാ. നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കാമല്ലോ. നമ്മൾ അവിടെ കഴിക്കാം, സന്തോഷമായിട്ടിരിക്കാം. എനിക്കിപ്പോൾ നിങ്ങളോടൊപ്പം വരാനാകില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ എപ്പോൾ ഭൂമിയിലേക്ക് വന്നാലും നിങ്ങളെ ഞാൻ വന്ന് കാണും. ബബ്ലു ട്രെയിനിനെ പറപ്പിക്കാനായി മന്ത്രങ്ങൾ പറഞ്ഞു. ഒറ്റ നിമിഷത്തിൽ ഞാൻ അത്ഭുതം ചെയ്യും. ബബ്ലുവിന്റെ മന്ത്രം തെറ്റിപ്പോയി. പിന്നെ ട്രെയിൻ മാഞ്ഞുപോയി. ഓ, നമ്മൾ ചന്ദ്രനിലേക്ക് വന്നത് മുതൽ എന്റെ മാജിക് പണി ചെയ്തിട്ടില്ല. ഇന്നൊരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ ചെയ്യല്ലേ അങ്കിൾ. ഇപ്പോൾ ഈ ട്രെയിനാണ് മായമായത്. വേറെ എന്തെങ്കിലും ചെയ്താൽ നമ്മളും മായമാകും. പിന്നെ നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകും? നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ സ്പേസ് സ്ക്രാപ്പ് രൂപീകരിക്കാം. അത് നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുപോകും. നിനക്ക് സ്പേസ് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയുമോ? അതെ, എനിക്കറിയാം. പക്ഷേ ഈ ചെറിയ പ്രായത്തിലോ? അതെ, ഞങ്ങൾക്കും ടീച്ചർ പഠിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിനെ കുറിച്ച് ഇന്നും പഠിച്ചിട്ടില്ലല്ലോ. ലുല്ലു അവരെല്ലാരെയും ഏലിയൻ സ്പേസ് സ്ക്രാപ്പിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവരെല്ലാരും കണ്ടു ഒരു വലിയ പ്രകാശമായ പുവിമാടമുണ്ട്. അത് കാണാൻ ക്രിസ്റ്റലിനെ പോലെ ഇരിക്കുന്നു. രാത്രിയിൽ നക്ഷത്രങ്ങളുടെ പ്രകാശം കാരണം ജ്വലിക്കുന്നു. ഫാക്ടറിയിൽ കുറഞ്ഞ ഭൂഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ട് മനുഷ്യനും ഏലിയൻസും ചാടിക്കൊണ്ടിരിക്കുന്നു. ലുലു കുറച്ചു സമയത്തിനകം തന്നെ ഇവർക്ക് വേണ്ടി ഒരു സ്പേസ് സ്ക്രാപ്പ് റെഡിയാക്കി. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത സ്പേസ് ക്രാഫ്റ്റ്. ഇതിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഭൂമിയിലേക്ക് പോകാം. ഞങ്ങൾ ഇത് എടുത്തുകൊണ്ടു പോകുന്നു. പക്ഷേ ഇത് ആര് തിരിച്ചെടുത്തവരാണ്? ഇത് തിരിച്ച് അഴിക്കണ്ട. ഇത് എന്റെ സാർബായിട്ട് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ്. എങ്ങൾക്ക് എவ்வளவு பெரிய ഗിഫ്റ്റാ? ഇനി സൈക്കിൾ കൊണ്ടല്ല, ഈ സ്പേസ് ക്രാഫ്റ്റിലാണ് ഞാൻ സ്കൂളിലേക്ക് പോകും. സ്പേസ് ക്രാഫ്റ്റ് നോക്കി എല്ലാരും ഒരുപാട് സന്തോഷിച്ചു. ആരവ്, കിയാര, ദിയാൻ പിന്നെ ബബ്ലു അതിൽ കയറിയിരുന്നു അവരുടെ വീട്ടിലേക്ക് ചെന്നു. സമയം രാത്രിയാണ്. ഗ്രാമം മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരുന്നു. എല്ലാരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഗ്രാമത്തിൽ ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു. നല്ലൊരു പ്രകാശവും കണ്ടു. ഏതോ രാത്രിയിൽ പകൽ വന്നതുപോലെ തോന്നി. എല്ലാരും ഞെട്ടി ഉണർന്നു. എല്ലാരും വീട്ടിന് പുറത്തു വന്നു. അവരുടെ ഗ്രാമത്തിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് വന്ന് നിന്നത് അവർ കണ്ടു. പിന്നെ ആ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് ആരവ്, ക്യാര, ദിവാൻ പിന്നെ ബബ്ലു ഇറങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വളരെ അതിശയത്തോടെ നോക്കി. പിന്നെ ആരവ് എല്ലാരോടും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷിതരായി.